ക്ലാസ്സസും അത്രയും നല്ല ബെനിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പെട്ടെന്നൊരു പി ലെവലിലോട്ട് കയറുമ്പോഴൊന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ പറയുന്നത് വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റും പ്രിപ്പറേറ്ററി എക്സാമും അങ്ങനെയൊക്കെ ഫോളോ ചെയ്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. ഹായ്, എൻ്റെ പേര് ദിവ്യ. ഞാനിപ്പോൾ ഇവിടെ പി ലെവൽ ചെയ്യുവാണ്. കറൻ്റ്ലി ഞാനിപ്പം പി ലെവൽസിൽ 2 പേപ്പർ കഴിഞ്ഞു. സോ ഞാൻ ലക്ഷ്യയിൽ ആദ്യമായിട്ട് വന്നത് ACCA കോഴ്സ് എടുക്കാനാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു BVoc ഉണ്ട്, BVocൽ ഇത്ര ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞപ്പം BVocൽ ആദ്യമായിട്ട് കയറിയാണ്. അപ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു BVoc എങ്ങനെയാകും ഇങ്ങനെ ഒരു എക്സംഷൻ രീതി വരുമ്പം. പക്ഷേ ടു ബി ഓണസ്റ്റ് അത് നല്ല ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഓർക്കുമ്പം നല്ലൊരു ഓപ്ഷനാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ക്ലാസ്സസും അത്രയും നല്ല ബെനിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പെട്ടെന്നൊരു പി ലെവലിലോട്ട് കയറുമ്പോഴൊന്നും. ആൻഡ് BVocൽ പറഞ്ഞാൽ നമുക്ക് NSDC സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതും നമുക്ക് ആക്ച്വലി ജോലി സാധ്യത ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു ഇതാണ്. ഇപ്പോൾ തന്നെയാണല്ലോ എംപ്ലോയ്മെൻറ്റ് എടുത്ത് തരുമ്പം നമുക്ക് NSDC നല്ലൊരു ബെനിഫിഷ്യലാണ്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലും എവിടെയാണെങ്കിൽ പോലും. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ പറയുന്നത് വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റും പ്രിപ്പറേറ്ററി എക്സാമും അങ്ങനെയൊക്കെ ഫോളോ ചെയ്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. ആൻഡ് സാറുമാരൊക്കെയാണ്, ഫാക്കൽറ്റീസ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആൻഡ് അവർ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ACCA രീതി തന്നെയാണ്. ഇപ്പോൾ തന്നെ 2 പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സെഷൻ ഞാൻ എഴുതാൻ പോകുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയും BVoc ഇസ് ഗുഡ്.